കോട്ടയം തിരുവാർപ്പിൽ നെല്ലു സംഭരണം പ്രതിസന്ധിയിൽ. സംഭരിക്കുന്ന നെല്ലിന് ക്വിന്റലിന് 3.5 കിലോഗ്രാം കിഴിവ് മില്ലുകൾ ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ ജെ ബ്ലോക്ക് 9000-ലെ നെല്ല് സംഭരണമാണ് പ്രതിസന്ധിയിൽ തുടരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി മേഖലയിലെ നെല്ല് സംഭരിക്കാതെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നെല്ലിന് കിഴിവേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മില്ലുടമകളും കർഷകരുമായി തുടരുന്ന തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരു കാരണവശാലും കിഴിവെടുത്ത് നെല്ല് കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുവരരുത്. അതിന് ഞങ്ങളോടൊപ്പം ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും നിൽക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കിഴിവ് തരാൻ തയ്യാറല്ല. കിഴിവില്ലാതെ നെല്ലെടുക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. വേനൽ മഴ ആശങ്ക നിലനിൽക്കെ കർഷകരെ സമ്മർദ്ദത്തിലാക്കി വൻ കിഴിവ് നേടാനുള്ള ശ്രമമാണ് മില്ലുടമകൾ നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. കലക്ടർ ഇപ്പം പറയുന്നത് കിഴിവ് കൊടുക്കണമെന്നാണ് പറയുന്നത്. 1 കിൻഡല് 2 കിലോ നെല്ല് കൊടുത്താൽ ഞങ്ങൾക്ക് എന്നാ കിട്ടാൻ ഒന്നും കിട്ടാനില്ല. ചൂഷണം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഞങ്ങൾ തീർത്ത് ഇല്ലാതാകുകയാണ്. കൃഷിക്കാരനൊന്നും കിട്ടാതെ വരുന്ന കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്ഥലം സന്ദർശിച്ചു. നെല്ല് സംഭരണത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനാണ് UDFന്റെ തീരുമാനം. കിഴിവെന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ്, തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് ഈ കർഷകരെ വിധേയരാക്കുന്നത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഇത് ഇന്ന് തന്നെ മന്ത്രിയെ ബന്ധപ്പെട്ട് സംസാരിക്കും. പരിഹാരമില്ലെങ്കിൽ തിങ്കളാഴ്ച ഞങ്ങൾ ഈ വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. വിഷയത്തിൽ കളക്ടർ വിളിച്ച സമവായ ചർച്ചയിലും പരിഹാരം കാണാനായില്ല. കളക്ടർ മില്ലുടമകൾക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.